ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയാണ്. ഞാൻ സാധാരണ യൂട്യൂബിലെ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ഉള്ള രീതിയിൽ എന്തിടണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ സാരി ഉടുക്കുന്നതിന് ഭയങ്കര എക്സ്പേർട്ടോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാനും ഈ യൂട്യൂബിലുള്ള വീഡിയോസും അങ്ങനെ ഓരോന്നൊക്കെ റിസർച്ച് ചെയ്ത് തന്നെയാണ് സാരി ഉടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്തേക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് സാരി ഉടുക്കുന്നതിന് കുറച്ച് ടിപ്സും ട്രിക്സും ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു സാരി ഉടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. തുടക്കത്തിലെ നമ്മൾ കുറച്ച് ടിപ്സും ട്രിക്സും മനസ്സിലാക്കി വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ സാരി എടുത്തു കഴിയുമ്പോൾ ഈ 3 പോർഷൻ കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സാരി ഏകദേശം പെർഫെക്റ്റ് ആയിന്ന്. അതായത് ഈ പോർഷൻ കണ്ടോ, ഇവിടെ കറക്റ്റ് ഈ ഒരു രീതിയിൽ ഷേപ്പിന് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു പോർഷൻ കറക്റ്റ്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഞൊറിവും ഇങ്ങനെ ഷേപ്പിനാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പെർഫെക്റ്റ് ആയെന്നാണ് അർത്ഥം. അതായത് ഇവിടെ മാക്സിമം വലിച്ചായിരിക്കണം നമ്മൾ എടുത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഞൊറിവിൻ്റെ ഭാഗവും ഇത്രയും ഭാഗം കറക്റ്റായി നമ്മുടെ സാരി പെർഫെക്റ്റ് ആണ്. നമ്മൾ എത്ര അനങ്ങിയാലും തിരിഞ്ഞാലും ഇതൊന്നും ഇളകി പോവില്ല, ഫിറ്റാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നാളെ ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ തലേ ദിവസം വൈകിട്ട് സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കണം. തലേ ദിവസം വൈകിട്ടല്ല എപ്പോഴാണെന്നുണ്ടെങ്കിലും സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ പ്രീ പ്ലീറ്റിംഗ് എന്ന് പറയുമ്പോൾ 2 ബെനിഫിറ്റ്സ് ഉണ്ട് പ്രീ പ്ലീറ്റിങ്ങിന്. അതായത് ഒന്ന്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം നമുക്ക് ജസ്റ്റ് ആ സാരി എടുത്ത് കൊടുത്താൽ മാത്രം മതി, ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രീ പ്ലീറ്റിംഗ് ആണ്. സാരി പ്രീ പ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അത് നല്ലോണം തേക്കണം. നമ്മൾ സാരിയുടെ ബാക്കിയുള്ള പോർഷൻ തേച്ചില്ലെന്നുണ്ടെങ്കിലും ഈ ഞൊറിവെടുക്കുന്ന ആ ഒരു ഭാഗം തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഞൊറിവെടുക്കാൻ നേരത്ത് ഒരു പെർഫെക്റ്റ് രീതിയിൽ എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ ഈ ചുളിവ് കിടന്നിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ വരില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബിഗിനേഴ്സിനുള്ള സാരി പ്രീ പ്ലീറ്റിംഗ് മെത്തേഡാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കൈ വെച്ച് ഞൊറിഞ്ഞെടുക്കാം. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എടുക്കുന്നതാണ് അവർക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാനായിട്ട് നല്ലത്. പിന്നെ ഇതുപോലുള്ള സെറ്റ് സാരികളിൽ ഈ പറയുന്നൊരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എക്സ്ട്രാ വിട്ടേക്കണം. അല്ലാതെ ആ കറക്റ്റ് ഗോൾഡിൻ്റെ ബോർഡറിൽ കൊണ്ടുവന്ന് നമ്മൾ ആദ്യത്തെ ഞൊറിവ് മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ കുറച്ച് ഭാഗം എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഈ ഒരു വൈറ്റ് ഭാഗവും കൂടെ വിട്ടിട്ട് വേണം ആദ്യത്തെ ഞൊറിവ് എടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഞൊറിവ് എടുക്കുമ്പോഴും നമ്മൾ നല്ലോണം ഇത് തേച്ച് വേണം അടുത്ത ഞൊറിവ് എടുക്കാനായിട്ട്. കാരണം ഒരു വട്ടം നമ്മൾ തേക്കുമ്പം അവിടെ വെച്ച് ഒരു വെട്ട് വീഴും. അപ്പം നമ്മൾ അടുത്ത ഞൊറിവ് ഇങ്ങനെ മടക്കി എടുക്കാൻ നേരത്ത് ആ വെട്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഭാഗം വരെ നമ്മൾ മടക്കിയെന്ന്. ഇനി നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അത് വീണ്ടും തിരിച്ച് മടക്കി അടുത്ത ഞൊറിവാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് നല്ലൊരു രീതിയിൽ തന്നെ പ്ലീറ്റ് എടുക്കാൻ പറ്റും. ഓരോ പ്ലീറ്റ് എടുത്തതിന് ശേഷം അയൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എങ്കിലേ നമ്മൾ അടുത്ത പ്ലീറ്റ് എടുക്കുമ്പോൾ കറക്റ്റ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലീറ്റുകൾ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അവസാനത്തെ പ്ലീറ്റ് വരെ എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ നല്ലോണം അയൺ ചെയ്യണം. ഈ അയണിങ്ങിന് നമ്മുടെ ഈ പ്ലീറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇനി നമുക്ക് പിന്ന് കുത്താം. ഞാനിപ്പോൾ ഒരു പിന്ന് കുത്തുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷേ നമുക്ക് എത്രത്തോളം പിന്ന് കുത്താവോ അത്രത്തോളം കുത്തണം. എന്ന് വെച്ചാൽ അടുപ്പിച്ചല്ല, കുറച്ച് ഗ്യാപ്പ് വിട്ട് കുത്തണം. നമ്മൾ അളവെടുത്ത് വെച്ച് നോക്കി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏത് ഭാഗം വരെ പിന്ന് കുത്തണമെന്ന്. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഞൊറിവ് എടുക്കുമ്പോൾ ഈ ഞൊറിവിൻ്റെ ഒരറ്റവും ആ പുറകുവശത്തുള്ള ഞൊറിവിൻ്റെ അടുത്ത അറ്റവും 2 സൈഡിലോട്ട് വേണം ഫേസ് ചെയ്തിരിക്കാൻ. ഒരേ സൈഡിലോട്ടാണ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കണം നമ്മൾ ഞൊറിവെടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. 2 ഞൊറിവുകളുടെ ആ അറ്റവും 2 സൈഡിലോട്ട് വേണം ഫേസ് ചെയ്തിരിക്കാൻ. സാരി ഉടുക്കുന്നതിന് മുമ്പ് പാവാട റൈറ്റ് സൈഡ് വേണം ടൈറ്റായിട്ട് കെട്ടി വെക്കാൻ. അത് സാരി ഉടുക്കുമ്പോൾ അവിടെ നല്ല രീതിയിലൊരു ഷേപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ആവശ്യമുള്ള പിന്നുകൾ എടുത്ത് അടുത്ത് തന്നെ വെച്ചേക്കണം. നിങ്ങളിനി ഹീൽസ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ സാരി ഉടുക്കുന്നതിന് മുമ്പ് തന്നെ ഹീൽസ് ഇട്ടിട്ടേ സാരി ഉടുക്കാവുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ സാരി ഉടുത്ത് കഴിഞ്ഞ് ഹീൽസ് ഇടാൻ നേരത്ത് ഒരു വ്യത്യാസം വരും, ഒരു ഡിഫറൻസ് വരും, അതത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ സാരിയുടെ ഒരറ്റം നമ്മുടെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വേണം ആദ്യം ടക്കിൻ ചെയ്ത് വെക്കാൻ.
അതുപോലെ തന്നെ അത് വലിച്ചു പിടിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അകത്തോട്ട് നല്ല രീതിയിൽ ടക്ക് ഇൻ ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ ആ നടുക്കുള്ള പോർഷൻ ടക്ക് ചെയ്യാവുള്ളൂ. നമ്മൾ സൈഡ് രണ്ടും ടക്ക് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ അവിടെ പെർഫെക്റ്റായിട്ട് തള്ളലൊന്നും വരാതെ കറക്റ്റ് രീതിയിലിരിക്കും. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ തന്നെ ആദ്യമായിട്ട് ടക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ വീണ്ടും ആ നടുക്കത്തെ ഭാഗം ടക്ക് ഇൻ ചെയ്യാവുള്ളൂ. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ പുറകു വശവും നല്ല നീറ്റാണ്. ഇനി നമ്മൾ ഞൊറിവെടുക്കേണ്ട ഭാഗം മാത്രം വിട്ടിട്ട് നമ്മൾ നേരത്തെ മേളിലത്തെ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഭാഗമില്ലേ, അത് കറക്കിയെടുത്ത് നമ്മളെ ഷോൾഡറിൽ കൊണ്ടുവന്ന് പിൻ ചെയ്യണം. ഇനി അടുത്ത് വരാൻ പോകുന്നൊരു ഡൗട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം നീളം വേണമെന്നാണ്. അപ്പോൾ ഈ നീളം എങ്ങനെ അളക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ സാരി സാധാരണ ഇങ്ങനെ മടക്കി കൊണ്ടുവന്ന് ഇവിടെ പിൻ ചെയ്യത്തില്ലേ, അപ്പോൾ ആ ഒരു അളവ് നമ്മൾ നോക്കണം. പിൻ ചെയ്യുമ്പോൾ ഏകദേശം ഇത്രത്തോളം എക്സ്റ്റൻഷൻ കിടക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മുന്താണി ലെവലിൽ തന്നെ കിടക്കും. ഇനി നമ്മൾ അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യണം. ഇനി നേരത്തെ പ്ലീറ്റ് എടുത്തപ്പോൾ എന്തെങ്കിലും പിന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്ത് കളയുക. എങ്കിലേ മാത്രമേ നമുക്ക് കറക്റ്റ് രീതിയിൽ പ്ലീറ്റ്സ് ഞൊറിവെടുത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാരിയുടെ ആ അറ്റത്തെ ഞൊറിവുണ്ടല്ലോ, ആ ഞൊറിവ് ഏറ്റവും ടൈറ്റായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റുമോ അത്രയും ടൈറ്റായിട്ട് പിടിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെ വലിച്ചു കൊണ്ടുവരണം. ഈ ഒരു പോയിൻ്റ് കറക്റ്റ് ആക്കാതെ സാരി നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉടുത്തു കഴിഞ്ഞാലും ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇവിടെ നമ്മൾ ടൈറ്റാക്കുന്നതനുസരിച്ചിരിക്കും സാരിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കി വലിച്ചു പിടിക്കാം. ഇനി ഇതിന് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്നെങ്കിൽ വലിച്ചു പിടിച്ച് നമുക്ക് താഴെ കൊണ്ടുവന്ന് പിൻ ചെയ്യാം. ഇപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാലും ഞൊറിവ് കൊടുത്ത് കഴിയുമ്പോൾ താഴത്തെ ഞൊറിവുണ്ടല്ലോ അത് വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പോർഷൻ അതേ കണക്ക് കൊണ്ടുവന്ന് ഇവിടെ മാറ്റി ഒന്ന് കുത്തി വയ്ക്കുക. അത് നമ്മൾക്ക് ഇനി ആവശ്യം വരും. ഇനി ഞൊറിവെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മളെല്ലാവരും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞൊറിവെടുക്കുന്നത്. കൂടുതൽ പേരും അവിടെ നിന്നാണ് ഞൊറിവെടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞൊറിവെടുക്കുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞൊറിവെടുത്ത് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡ് ആകുമ്പോൾ ഒരു ഞൊറിവ് മാത്രം ഏത് സൈഡിലോട്ടെന്ന് പോലും അറിയാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡായ രീതിയിൽ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം റൈറ്റ് സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുത്ത് നോക്കുന്നത്. ഈ പ്ലീറ്റ് എടുക്കുന്നത് ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും. പക്ഷേ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എക്സ്പേർട്ടായിട്ടുള്ളവരെടുക്കുന്ന സ്പീഡിൽ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഓരോ വിരലിങ്ങനെ എടുത്ത് വെച്ച് പതുക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നമ്മൾ ഓരോ ഞൊറിവും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്ത് കറക്റ്റ് അളവിനായിട്ട് ഓരോ ഞൊറിവിൻ്റെയും മേളിൽ തന്നെ കറക്റ്റ് രീതിയിൽ എടുത്തെടുത്ത് വെക്കുക. ഇപ്പം നമുക്ക് ഞൊറിവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അകത്തോട്ട് വെക്കാനായിട്ട് വെച്ചിരുന്ന പോർഷൻ. ഇനി ഈ ഞൊറിവ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെടുത്ത് ആ ഞൊറിവ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. എല്ലാ ഞൊറിവും കൂടെ കൂട്ടിപ്പിടിച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനിയാണ് സാരി ഉടുക്കുന്നതിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ താഴത്തെ ഞൊറിവ് എടുക്കാൻ വേറൊരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഒരാൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ അങ്ങനെ ഒരാളുടെ ഹെൽപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ പതുക്കെ ഞൊറിവെടുത്ത് ആ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രത്യേകം പിടിച്ച് താഴോട്ട് കൊണ്ടുവന്ന് ഞൊറിവെടുക്കേണ്ടി വരും. ഓരോ ഞൊറിവായിട്ട് എടുത്തെടുത്ത് വെച്ച് അത് ആ ഞൊറിവൊന്ന് സെറ്റായി തോന്നുമ്പം ആ ഭാഗത്ത് കൂട്ടിപ്പിടിച്ച് പിന്നെയും താഴോട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കേണ്ടി വരും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ സാരി എങ്ങനെ അകത്തോട്ട് ഈ ഞൊറിവ് ടക്ക് ഇൻ ചെയ്യുന്നുള്ളത്. നല്ലപോലെ അകത്തോട്ട് നമുക്ക് എത്രത്തോളം അകത്തോട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റുമോ അങ്ങനെ വെക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൾജ് പോലെ വന്നിട്ട് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഒരു കുടവേറ് പോലെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് ഷേപ്പിന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ അകത്തോട്ട് വെക്കണം. ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനൊരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ സൈഡിലെ ഞൊറിവ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വിട്ടിരുന്നില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൈയിട്ട് എത്രത്തോളം വലിച്ചു പിടിക്കാവോ അത്രത്തോളം വലിച്ചു പിടിച്ച് ഞൊറിവെടുത്ത് വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ സാരിയുടെ ഷേപ്പ് ഒന്നുകൂടെ ഡിഫൈൻ ആവുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലെ ഓരോ ഞൊറിവുകളും കറക്റ്റ് ഷേപ്പിന് നമുക്ക് ഫിറ്റാക്കി വെക്കാൻ പറ്റും വലിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിന്ന് കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളതിനെ സെറ്റാക്കി വെച്ചില്ലേ, പിന്നെ ഇതേപോലെ മടക്കി വെക്കാൻ പാടായിരിക്കും. അതാണ് ഞാൻ പിന്ന് കുത്തി വെക്കാതെ ഇതേപോലെ വലിച്ച് പിടിച്ച് ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി
ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് നമ്മളതൊന്ന് പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, നമ്മളതൊന്ന് അകത്തോട്ട് ടക്കിനും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോഴോ ഒന്നും, ഓണം എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻസ് ആണല്ലോ, അപ്പോൾ ഡാൻസ് കളിക്കുമ്പോഴൊന്നും ഇത് അനങ്ങുകയും പോവുകയോ ഒന്നും ചെയ്യത്തില്ല. ഇനി ആ ബാക്കി വന്നിരിക്കുന്ന പോർഷൻ നമ്മൾ ബാക്ക് സൈഡിലോട്ട് അങ്ങനെ വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ സാരി ഇനി പ്ലീറ്റ് വിടർത്തി ഇടുമ്പോഴത്തേക്കും അത് നല്ല ഷേപ്പിൽ നിന്നിരിക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഓൾറെഡി നമ്മൾ കുത്തിയിരുന്ന ഒരു പിന്നും കൂടെ നമ്മൾ മാറ്റി, എന്നിട്ട് നമ്മൾ നമ്മുടെ പ്ലീറ്റ് നല്ലപോലെ ഒന്ന് വിടർത്തിയിട്ടു. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, പ്രീ പ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണവും പിന്നെ പ്രീ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണവും. പ്ലീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിടർത്തിയിട്ട ഉടനെ സാരിയുടെ ലുക്കേ മാറി. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അയൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ കറക്റ്റ് ലൈൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാരി നല്ല നീറ്റും പെർഫെക്റ്റും ആയിട്ടിരിക്കും. ഒരുപാട് പൊങ്ങിയൊന്നും ഇരിക്കാതെ കറക്റ്റ് രീതിയിൽ ഒതുങ്ങി കിടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ആ പ്ലീറ്റ്സ് എല്ലാം നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇപ്പം നമ്മൾ സാരി നല്ല ക്ലീനായി നീറ്റായി ഒതുങ്ങി കിടക്കുന്നത് പോലെയായി. എല്ലാ സൈഡും നല്ല പെർഫെക്റ്റ് രീതിയിലായി. ഇനി വേറൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. ഈ സാരി നമ്മൾ ഡാൻസ് കളിക്കുമ്പോഴോ അനങ്ങുമ്പോഴോ തിരിയുമ്പോഴോ ഒന്നും ഈ സൈഡിലോട്ടൊന്നും മാറാതെ തിരിയാതിരിക്കാനായിട്ട് ഫസ്റ്റത്തെ പ്ലീറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി ഇതേപോലത്തെ ഒരു പിന്നെടുത്ത് നമ്മുടെ ആ ഒരു ബാക്കി ഉള്ള പാവാടയുടെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനുമായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ആ സാരി അപ്പുറത്തെ സൈഡിൽ നിന്ന് പോകാതെ മാറാതെ കറക്റ്റായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ സാരി ഉടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇപ്പം നമുക്ക് നമ്മുടെ സാരി നല്ല നീറ്റായിട്ട് ഷേപ്പിന് കിട്ടിയേക്കാണ്. ഒരു ഡിസ്കംഫോർട്ടും ഇല്ലാതെ ക്ലീനായിട്ട് കിട്ടി. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. സാരിയുടെ ഫുൾ ഔട്ട്ലുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അതാണ് ഫിൽറ്ററൊക്കെ മാറിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഹാപ്പി ഓണം.